ഹായ് എവറി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീൻ ആക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നോക്കാനുള്ളത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ്. നോക്കാം, പേജ് നമ്പർ 19. നമുക്കറിയാം, നമ്മുടെയൊക്കെ പാരൻസുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സാദൃശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദറ്റ് ഈസ് ഹെറിഡിറ്ററി, അല്ലെങ്കിൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറയാം. എന്നാൽ പാരൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? വ്യതിയാനങ്ങളാണ്, വ്യത്യാസങ്ങളാണ്, വേരിയേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാരൻറ്റിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് പാസ് ചെയ്യാൻ സഹായിക്കുന്നത് അവിടെയുള്ള കാണുന്ന ജീൻസ് മുഖേനയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു പാരൻറ്റിൻ്റെ ഓഫ് സ്പ്രിങ്സ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ എന്താണ്? റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഹെറിഡിറ്റി റെഫേഴ്സ് ടു ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. ഹെറിഡിറ്റി മീൻസ് പാരമ്പര്യം. പാരമ്പര്യം ഇപ്പോൾ പറയില്ല, ഇപ്പോൾ ഒരു അച്ഛൻ നന്നായിട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ മകനും നന്നായി പാടുന്നുണ്ട്. അപ്പോൾ പറയാം, അച്ഛൻ്റെ അതേ ക്യാരക്ടറാണ് മകന് കിട്ടിയിട്ടുള്ളത്. സോ അവിടെ എന്താണ്? ഹെറിഡിറ്റിയാണ്, പാരമ്പര്യമാണ്. ദെൻ വേരിയേഷൻസ് are the characters expressed in offsprings that differ from their parents. അല്ലേ, നമ്മളിതും പറയാറുണ്ട്, ഓ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു ഗുണവും കിട്ടാത്തൊരു കുട്ടി, അങ്ങനെയും പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അവിടെ പാരൻസിൻ്റെ ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ പാരൻസിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് കാണിക്കാന്നുണ്ടെങ്കിൽ അവിടെ എന്താണത്? വേരിയേഷൻസ് ആണ്. സോ ഹെറിഡിറ്റി മീൻസ് പാരമ്പര്യം. ദെൻ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വ്യതിയാനങ്ങളാണ്, വ്യത്യാസങ്ങളാണത്. Then, genes inherited from parents are responsible for both heredity and variations. അത് പാരമ്പര്യത്തിനും വ്യതിയാനത്തിനും കാരണക്കാരൻ ആരാണ്? ജീനുകളാണ്. കാരണം പാരൻസ് ചിലപ്പോൾ ജീന് കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുട്ടികളിൽ ആ ജീൻ അവിടെ എക്സ്പ്രസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ പാരൻ്റ് കൊടുത്ത ക്യാരക്ടർ അവിടെ എന്താവില്ല, പുറമേ കാണിക്കില്ല, ഒരു വേരിയേഷൻ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുള്ളൂ. സോ രണ്ടിനും റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് ദി ആക്ഷൻ ഓഫ് ദി ജീനാണ്. അപ്പോൾ ഇനി എന്താണ് ഈ ജീൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു ജീനിൻ്റെ കണ്ടെത്തിന് മുന്നേയുള്ള കുറച്ച് ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. ജെനറ്റിക്സ് ഇൻ ദി ഗാർഡൻ. ഇവിടെ ഒരാളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് ദി നോൺ ആസ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ് ആൻഡ് ഹിസ് നെയിം ഈസ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. സിമ്പിൾ എന്ന് പറയും, മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ എന്ന് പറയാറുണ്ട്. സോ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഇദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അതിന് കൂടെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ഡെപ്തിൽ എന്താ പറയുക പഠിച്ച വ്യക്തിയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം ഈ ഒരു എന്താ പറയുക ഹെറിഡിറ്റിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചും ജീനിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. സോ ജെനറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with genes, heredity and variations. ജീനുകളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും അവിടെ കാണുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണെന്ത്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ വൺ വേർഡൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പേര് നോക്കി വെക്കണം, ഗ്രിഗർ ജൊഹാൻ മെൻഡൽസ്. അദ്ദേഹം പരീക്ഷണം നടത്താൻ ഉപയോഗിച്ച പ്ലാന്റാണ് പൈസം സറ്റൈവം. സിമ്പിളായിട്ട് പയർച്ചെടി. ഓക്കെ, പൈസം സറ്റൈവം. ഇവിടെ നോക്കിയേ, സറ്റൈവത്തിൻ്റെ എസ് ഇവിടെ സ്മോൾ ലെറ്ററിലാണല്ലേ. എന്തുകൊണ്ടാണ്? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ റൂൾസൊക്കെ ഉണ്ട്. പൈസം സറ്റൈവം ആണത് പീ പ്ലാന്റ്. അപ്പോൾ അദ്ദേഹം അതിൽ നടത്തി ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്, വർഗ്ഗസങ്കരണം അല്ലേ. നമ്മൾ നാച്ചുറലി നടക്കുന്ന പോളിനേഷൻ വഴിയാണ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സ് ഉണ്ടായി അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. നമ്മളത് ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു? പോളിനേഷൻ നടത്തുന്നതാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് ഫീമെയിൽ ഫ്ലവറിൻ്റെ പോളിനേറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ മുഖേന നടത്തുന്ന പോളിനേഷനാണെന്ത്, നടക്കുന്നൊരു റീപ്രൊഡക്ഷൻ മെത്തേഡാണെന്ത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് പീ പ്ലാന്റിൽ കണ്ടക്ട് ചെയ്തു. അങ്ങനെ കിട്ടിയിട്ടുള്ള റിസൾട്ട്സൊക്കെ വെച്ച് ഒരുപാട് എന്താ പറയുക എക്സ്പെരിമെൻറ്റ്സ് നടത്തി റിസൾട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അങ്ങനെ വഴിയാണ് അദ്ദേഹം എന്തെങ്കിലും മനസ്സിലാക്കിയത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അദ്ദേഹത്തിനെ കണക്കാക്കുന്നത്. നോക്കാം. ഇനി ഒരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ കണ്ടെത്തൽ നടത്തിയപ്പോഴൊക്കെ
ഒരുപാട് മാത്തമാറ്റിക്കലായിട്ടുള്ള അനാലിസിസുകൾ ഉണ്ടായിരുന്നു, സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾ ഉണ്ടായിരുന്നു. അതൊന്നും അന്നത്തെ കാലത്തെ ആളുകൾക്ക് എന്താ പറയുക അത്ര തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ പല കാര്യങ്ങളും അന്നത്തെ സയൻറ്റിഫിക് വേൾഡ് എന്തില്ല അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് പിന്നെ എന്ത് ചെയ്തത് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസിലൊക്കെ അദ്ദേഹത്തിന് എന്താ പറയുക ഡെപ്തിൽ സ്റ്റഡി ഉണ്ട്. നോക്കാം. ഇതാണ് അദ്ദേഹം പഠനം നടത്തിയ പൈസം സറ്റയം അല്ലെങ്കിൽ പീ പ്ലാന്റ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് 1856 മെൻഡൽ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പീ പ്ലാന്റ്, പൈസം സറ്റൈവം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രീസ്റ്റ് പള്ളിയിലച്ചനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ കാണുന്ന ഗാർഡനിൽ, അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മൾ ടൈറ്റിൽ എന്നുള്ള കാരണം ജെനറ്റിക്സ് ഇൻ ദി ഗാർഡൻ. അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്തുള്ള എന്താ പറയുക ഗാർഡൻ പീലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇനി അദ്ദേഹം പ്രത്യേകിച്ച് നോക്കിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. 7 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു പഠനം നടത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കളർ ഓഫ് ദി ഫ്ലവർ, പീ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കളറ്, ഷേപ്പ് ഓഫ് ദി സീഡ്, ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, പിന്നെ വിത്തിൻ്റെ തോടിൻ്റെ നിറം, വിത്തിൻ്റെ ആകൃതി, ഇങ്ങനെ വിത്തിൻ്റെ പൊസിഷൻ, ഫ്ലവറിൻ്റെ പൊസിഷൻ, ഇങ്ങനെ വെറൈറ്റി ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീനുകളെ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് ദി എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് എന്താ പറഞ്ഞത് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾസ് ഈച്ച് ക്യാരക്ടർ ആൻഡ് റെപ്രസെൻറ്റഡ് ദോസ് ഫാക്ടേഴ്സ് യൂസിങ് സിമ്പിൾസ്. അദ്ദേഹം പറയാണ്, ഇപ്പോൾ ഒരു പയർച്ചെടിയുണ്ട്, ഉയരം കൂടിയ പയർച്ചെടിയുണ്ട്, ഉയരം കുറഞ്ഞ പയർച്ചെടിയുണ്ട്, ടോൾ പ്ലാന്റും ഉണ്ട്, ഡോർഫ് പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയർ ഫാക്ടേഴ്സ് സിംപ്ലി ഫാക്ടേഴ്സ്, അന്ന് അദ്ദേഹം ജീൻ എന്ന വാക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, സിംപ്ലി ഫാക്ടേഴ്സ്. അദ്ദേഹം പറയണേ എന്തോ ഒരു ഫാക്ടർ, എന്തോ ഒരു ഘടകമാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കാരണം. അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. എന്തോ ഒരു ഘടകമാണ് ഇങ്ങനെ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കാരണം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ലേ. സോ ഹി യൂസ്ഡ് ദി ടേം ഫാക്ടേഴ്സ്. ദെൻ ദീസ് ഫാക്ടേഴ്സ് നൗ നോൺ ടു ബി ജീൻസ്. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പാരൻ്റിൽ നിന്ന് തൻ്റെ ഓഫ് സ്പ്രിങ്സിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ ആ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഉദ്ദേശിച്ച ടേം എന്തായത് ഫാക്ടർ ആയിരുന്നു. ഭാവിയിൽ പിന്നെ എന്ത് ചെയ്തു, ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ച് എന്താണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ജീനാണ് അദ്ദേഹം പിൻകാലത്തത് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ മെൻ്റലിൻ്റെ കണ്ടുപിടുത്തത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഫാക്ടർ എന്ന വാക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ്, ജീനാണ്. ഫാക്ടേഴ്സ് കൺട്രോളിങ് ദി ക്യാരക്ടേഴ്സ്, ഇന്നെന്താണ് ജീൻസ് കൺട്രോളിങ് ദി ക്യാരക്ടേഴ്സ്. ഓക്കെ. ആൻഡ് ദീസ് ഫാക്ടേഴ്സ് നൗ നോൺ ടു ബി ജീൻസ്. ഗ്രിഗർ ജോഹൻ മെൻഡൽ കൺക്ലൂഷൻസ് ആർ നോൺ ആസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ അതിങ്ങനെ കൈമാറി പോകുന്ന ഒരു പ്രത്യേക എന്താ പറയുക പാറ്റേൺ ഉണ്ട്. ആൻഡ് ദാറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കുറേ ലോസ് ഉണ്ട് പഠിക്കേണ്ടത് നമുക്ക്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദെൻ ദീസ് ലോസ് പ്രൊവൈഡ് ഫണ്ടമെൻ്റൽ ജനറ്റിക് ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അദ്ദേഹത്തിന് അന്ന് കണ്ടുപിടിച്ച ഈ ഒരു എന്താ പറയുക പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ നിയമങ്ങളൊക്കെ, മെൻ്റലിൻ്റെ നിയമങ്ങളൊക്കെ ഇന്ന് ഹെറിഡിറ്റിനെയും വേരിയേഷൻസിനൊക്കെ പഠിക്കാനുള്ള ഫണ്ടമെൻ്റൽ ഫ്രെയിംവർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തത് എന്തിലാണ്, എക്സ്പെരിമെൻ്റ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്താണ്. ഞാൻ പറഞ്ഞല്ലോ അത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ അന്നത്തെ സയൻറ്റിഫിക് വേൾഡ് എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. അദ്ദേഹം 1884 മരണപ്പെട്ടുപോയി. കാരണം ഇഗ്നോർ ചെയ്യാനുള്ള കാരണം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വ്യക്തമായ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഇല്ലാത്തതുകൊണ്ട് മറ്റാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നു ആ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നത് ഇഗ്നോർ ചെയ്യാനുള്ള കാരണം. ഇനി ഒരുപാട് വർഷം ശേഷം 1990 ഒരു 16 ഇയേഴ്സ് കഴിഞ്ഞ ശേഷമാണ് കുറച്ച് ബൊട്ടാനിസ്റ്റുകൾ, ആരൊക്കെയാണ്, ഹ്യൂഗോ ഡി വ്രീസ്, വെരി ഇമ്പോർട്ടൻറ്റ്, കാൾ കൊറീൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക്. ഈ 3 വ്യക്തികൾ മെൻ്റലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക റീഡിസ്കവർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി ഈ 3 വ്യക്തി ആരൊക്കെയാണ്, ഹ്യൂഗോ ഡി വ്രീസ്, ആരൊക്കെയാണ് പറഞ്ഞു നോക്കി, ഹ്യൂഗോ ഡി വ്രീസ്,
കാൾ കൊറീൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക്. ഈ 3 വ്യക്തികളാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പിന്നീട് ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ദെൻ ഒരുപാട് അക്സെപ്റ്റൻസ് പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കിട്ടി. ജെനറ്റിക്സ് ഹാസ് ഗ്രോൺ ടു മോസ്റ്റ് എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് ത്രൂ ന്യൂമറസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് വേരിയസ് സയൻറ്റിസ്റ്റിലെ. ഇന്ന് ജെനറ്റിക്സ് നമുക്കറിയാം വളരെയധികം ഒരു കുതിച്ചു ചാട്ടം തന്നെ സയൻസിൽ ഉണ്ടാക്കിയ ബ്രാഞ്ചാണ് ഇത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ഒന്ന് നോക്കി വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫാദർ ഓഫ് എന്താണ് ഹെറിഡിറ്റി, പാരമ്പര്യം, എന്താണ് വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ, പാരമ്പര്യങ്ങളെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചും ഹെറിഡിറ്റിനെക്കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ജീനിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ്. ആ ജെനറ്റിക്സിൻ്റെ ഫാദറാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം പഠനം നടത്തിയ പ്ലാന്റിൻ്റെ പേരാണ് പൈസം സറ്റൈവം. പീ പ്ലാന്റ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു പ്ലാന്റാണ് പീ പ്ലാന്റ്. അത് മാത്രമല്ല നമുക്ക് വളരെ ഷോർട്ട് ലൈഫ് സ്പാനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു തലമുറകളിലേക്കുള്ള കൈമാറ്റമൊക്കെ കണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. പിന്നെ വളരെ കുറച്ച് ഏരിയ മതി അത് വളർത്തിയെടുക്കാൻ. ഒരു തെങ്ങിലോ കവുങ്ങിലോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡൈസേഷൻ നടത്തി തെങ്ങ് വലുതായി അടുത്തൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. സോ പീ പ്ലാന്റ് എന്തുകൊണ്ടും പരീക്ഷണങ്ങൾ നടത്താനും പഠിക്കാനും പറ്റിയൊരു പ്ലാന്റും കൂടിയായിരുന്നു. അതുകൊണ്ട് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പേരാണെന്ത്? ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അദ്ദേഹം അതെല്ലാം പബ്ലിഷ് ചെയ്തത് എന്ത് ടൈറ്റിലാണ്? എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ. ലേറ്റർ മെൻഡലിൻ്റെ കാലശേഷം ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒന്നും കൂടി റീഡിസ്കവർ ചെയ്ത് ആരൊക്കെയായിരുന്നു? ഹ്യൂഗോ ഡീവറീസ്, കാൾ കൊറീൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക്. ഓക്കെ, സോ ഇതാണ് ജെനറ്റിക്സിലേക്കുള്ളൊരു ഇൻട്രോ ആയിട്ടും പറയാനുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്